Good morning, friends. Today we can discuss the topic the limitations of e commerce. In the previous classes, we had discussed what is e commerce, the difference between e commerce and e business, and the different advantages of e commerce. So, we all know that a coin will have both sides. So, like that, the e commerce is always having some defects, or there are some limitations for e commerce too. So let's see what all are the major limitations or disadvantages of e-commerce. അപ്പോൾ പ്രധാനമായിട്ടും ഒരു 9 ഡിസഡ്വാൻറ്റേജസ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇഫ് യു ബ്രൗസ് definitely you will get more and more disadvantages of e-commerce, and if you refer your textbook also you will get more. So I have listed 9 So see, first one is security issues, lack of privacy, tax issues, fear, product suitability, cultural obstacles, high labor cost, legal issues, technical limitations, huge technological cost. All these are some of the major limitations of e-commerce. Well, പ്രധാനമായിട്ടും security is considered as one of the major issue when we are dealing with e-commerce. The biggest drawback of e-commerce is the issue of security. The people fear to provide personal and financial information even though several improvements have been made in relation to the data encryption. Certain websites do not have capabilities to conduct authentic transactions. The fear of providing credit card information and risk identity limit the growth of e-commerce. ഇപ്പോൾ സെക്യൂരിറ്റി എപ്പോഴും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഈ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസിൽ എപ്പോഴും നിൽക്കുന്ന കാര്യമാണ്. ഹോപ്പ് യു ഓൾ ആർ അവെയർ അബൌട്ട് ഇറ്റ്. വെൻ വി ആർ ഗിവിങ് അവർ ക്രെഡിറ്റ് കാർഡ് നമ്പർ ആൻഡ് ഓൾ, we don't know how it is handled, so there will be chances of misusing of our credit card informations like that. ഇപ്പോൾ നമ്മളുടെ വിവരങ്ങൾ ചോർന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസസ് ഹാവ് യു ഹേർഡ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ചെറിയൊരു അലിഗേഷനൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്യക്തത വന്നിട്ടില്ല. നമ്മളുടെ ഇൻഫോർമേഷൻസ് ഒക്കെ KSFE അല്ലെങ്കിൽ KSEB നമ്മൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ ഓൺലൈനായിട്ട് പേ ചെയ്യുന്നവരുടെയൊക്കെ ഇൻഫോർമേഷൻസ് ഏതൊരു തേർഡ് പാർട്ടി കളക്ട് ചെയ്തെന്നോ എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് ഉള്ള ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ whenever we are doing an online transaction, we don't know what is happening in the back end process. സോ നമ്മളുടെ ഇൻഫോർമേഷൻസ് ഒക്കെ ആരെങ്കിലും കളക്ട് ചെയ്യുന്നുണ്ടോ, അത് മിസ്യൂസ് ചെയ്യപ്പെടുമോ, ഇങ്ങനെയുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് ആർ ദർ. പലപ്പോഴും നമ്മളുടെ കയ്യിൽ നിന്ന് പണം തട്ടുന്ന രീതിയിലൊക്കെയുള്ള പല ദുരനുഭവങ്ങളും നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്. സോ ദർ ആർ സെക്യൂരിറ്റി ഇഷ്യൂസ് വെൻ വി ആർ യൂസിങ് ഓൾ ദീസ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഓഫ് മണി. And lack of privacy. Many websites do not have high encryption for secure online transactions or to protect online identity. Some websites illegally collect the status of consumers without the permission. The lack of privacy discourages people to use internet for conducting commercial transactions. And we all love privacy. We all have our own privacy, right? നമ്മളുടെ പ്രൈവസി നമുക്കൊരു പ്രൈവസി ഇല്ലാത്ത ഇത് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഗതിയാണ്. പക്ഷേ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ some of the people have a misunderstanding that it's a private thing. നമ്മൾ വളരെ പ്രൈവറ്റ് ആയിട്ടാണ് നമ്മളുടെ റൂമിലാണ് എന്നുള്ളൊരു ധാരണയുണ്ടാവും. ബട്ട് ഇറ്റ്സ് ആക്ച്വലി നോട്ട്. വി ആർ നോട്ട് ഹാവിങ് എനി പ്രൈവസി വെൻ വി ആർ യൂസിങ് ഇൻ്റർനെറ്റ്. നമ്മൾ ചിലപ്പോൾ ചില കൊമേഴ്ഷ്യൽ വെബ്സൈറ്റ്സുകൾ ബ്രൗസ് ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ നമ്മളുടെ ഐഡൻറ്റിറ്റിയും നമ്മൾ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് നോക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റാണ് ബ്രൗസ് ചെയ്യുന്നത് ഇതെല്ലാം കൃത്യമായി ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. കുക്കീസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ്റെ രൂപത്തിലുമൊക്കെ നമ്മളുടെ ബ്രൗസിങ് ഹിസ്റ്ററി, നമ്മൾ ബ്രൗസ് ചെയ്യുന്ന പാറ്റേൺ ഇതെല്ലാം കൃത്യമായി നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ആക്ച്വലി നമ്മളുടെ ഒരു ലാക്ക് ഓഫ് പ്രൈവസിയാണ്. നമുക്കവിടെ ഒരു പ്രൈവസി ഇല്ലാതെ പോവുകയാണ്. നമ്മൾ ഏതൊക്കെയാണ് നോക്കുന്നത്, നമ്മൾ ഏതൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ താല്പര്യങ്ങൾ, ഇതെല്ലാം ഒരു തേർഡ് പാർട്ടി ഇരുന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നോക്കുന്നുണ്ട്, നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാക്ക് ഓഫ് പ്രൈവസി. സോ അത് ഒരു ഇ കൊമേഴ്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അവിടെയുള്ള സംഗതിയാണ്. പിന്നെ ടാക്സ് ഇഷ്യൂ. ഡെഫിനറ്റ്ലി വി നോ ദാറ്റ് വെൻ വി ആർ ഗോയിങ് ഫോർ എ ട്രഡീഷണൽ കൊമേഴ്സ്, ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ കടകളിലേക്ക് പോകുന്നു, നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു, അവിടെ സെയിൽസ് ടാക്സ് അങ്ങനെയുള്ള ഇഷ്യൂസ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് നമ്മളെ നാട്ടിലുള്ള ഒരു കടയിൽ പോയി വാങ്ങുന്നു, ബോത്ത് ദ മർച്ചൻറ്റ് ആൻഡ് ദ ബയ്യർ ഈസ് ഫ്രം ദ സെയിം ലൊക്കാലിറ്റി, സെയിം സ്റ്റേറ്റ്, സെയിം നേഷൻ. അപ്പോൾ അവിടെ ടാക്സ് ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സെയിൽസ് ടാക്സ് is another bigger issue when the buyer and the seller are situated in different locations. The computation of sales tax poses problems when the buyer and seller are different states. Another factor is that physical stores will lose business if web purchases are free from tax.
അപ്പോൾ ഈ ടാക്സ് മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മൾ ഇൻ്റർനെറ്റിലൂടെ ഇലക്ട്രോണിക്കലി ആകുമ്പോൾ നമുക്ക് സെയിൽസ് ടാക്സ് മറ്റു കാര്യങ്ങളൊക്കെ അവിടെ കുറവ് വരുന്നു. അതുകൊണ്ടാണ് പല പ്രൊഡക്റ്റുകൾക്കും നമുക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിൽ വില കുറഞ്ഞ് കിട്ടാൻ കാരണം. അവിടെ സെയിൽസ് ടാക്സോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഒരു സ്റ്റേറ്റിലുള്ള മർച്ചൻ്റ് ആയിരിക്കും, മറ്റൊരു സ്റ്റേറ്റിലുള്ള ബയ്യർ ആയിരിക്കും. അപ്പോൾ അവിടെ സെയിൽസ് ടാക്സ് വരുന്നില്ല. അവിടെ വേറെ ടാക്സ് ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞ് വരാറുണ്ട്, പക്ഷേ സെയിൽസ് ടാക്സ് ഒന്നും അവർക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദ മർച്ചൻ്റ് ആൻഡ് ദ ബയ്യർ ഈസ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഷയം വരുമ്പോഴെന്താണ്, ടാക്സ് ഫ്രീ ആണ്, സെയിൽസ് ടാക്സ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഫിസിക്കൽ സ്റ്റോഴ്സിനൊക്കെ ബിസിനസ് ഒരുപാട് കുറയും. ഈ എന്താ പറയുക, ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഈ ബിസിനസ് ഈ കൊമേഴ്സ് വഴിയായിട്ട്. മാത്രമല്ല സെയിൽസ് ടാക്സ് അങ്ങനെ കളക്ട് ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിട്ടും വരും. മറ്റത് ഒരു ഫിയർ, അത് നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ദ പീപ്പിൾ ഹാസ് ഫിയർ ടു ഓപ്പറേറ്റ് ഇൻ പേപ്പർലെസ് ആൻഡ് ഫേസ്ലെസ് electronic world. Some of the business organizations do not have physical existence. People do not know whether the conducting a commercial transaction. The aspect makes people to opt physical stores for purchases. ഒരു ഫിയർ ഫാക്ടർ എപ്പോഴും നമുക്ക് ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് അല്ലെങ്കിൽ ഇ കൊമേഴ്സിലുണ്ടാവും. കാരണം ചിലപ്പോൾ ചില പ്രോഡക്റ്റുകളുടെയൊക്കെ ജെനുവിനിറ്റി നമുക്ക് വളരെ സംശയകരമാണ്. കാരണം ഇപ്പോൾ ചില പ്രോഡക്റ്റുകളൊക്കെ ഇപ്പോൾ ആംവേയുടെ പ്രോഡക്റ്റൊക്കെ അത് വളരെ കോസ്റ്റ്ലിയർ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഈവൻ കോസ്മെറ്റിക്സ് ആയിക്കൊള്ളട്ടെ, ഡെയിലി യൂസിങ് പ്രോഡക്റ്റ്സ് ആയിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, ടാബ്ലറ്റ്സ് ആയിക്കൊള്ളട്ടെ, ആംവേ ഈസ് വൺ ഓഫ് ദി ഫേമസ് ആൻഡ് വൺ ഓഫ് ദി പ്രൈസ്ഡ് ബ്രാൻഡ് അവൈലബിൾ ഇൻ ഇന്ത്യ. അപ്പോൾ അവരുടെ പ്രോഡക്റ്റൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ ആമസോണിലൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരു ബോട്ടിലിനൊക്കെ 2000 റേഞ്ചിലൊക്കെയാണ് പ്രൈസ് ചെയ്യാൻ വേടൊക്കെ. പക്ഷേ സെയിം തിങ്, സെയിം ബോട്ടിൽ, സെയിം ഇമേജ്, എവറിത്തിങ് ഈസ് അവൈലബിൾ ഇൻ ആമസോൺ അറ്റ് ₹1000. So we don't know whether this product is actually developed in a good place or something like that. It is a genuine product. അപ്പോൾ അങ്ങനെയുള്ള ഫിയറുകൾ എപ്പോഴും ആൾക്കാരുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു കമ്പനി തന്നെ ഉണ്ടാവില്ല, അവർക്കൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ ഓഫീസ് ചിലപ്പോൾ ഒരു കാറായിരിക്കാം, അവർക്കൊരു യഥാർത്ഥ ഒരു കമ്പനിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു പേടി എപ്പോഴും ഇലക്ട്രോണിക് കൊമേഴ്സ് നടത്തുമ്പോൾ ആൾക്കാർക്കുണ്ടാവും. Then the product suitability. People have to rely on electronic images to purchase products. Sometimes when the products are delivered, the product may not match with electronic images. This thing happens to many of us. നമ്മളിപ്പോൾ ആമസോണിലൊക്കെ ഒരു പ്രൊഡക്റ്റ് കണ്ടു, ഇത് കൊള്ളാമല്ലോ, എന്നാൽ ഇത് മേടിക്കാം എന്ന് നമ്മൾ കരുതുന്നു. അതിൻ്റെ പ്രൊഡക്റ്റൊക്കെ ഇമേജൊക്കെ പക്ക അടിപൊളിയായിരിക്കും, നമ്മളത് കണ്ടുകൊണ്ടായിരിക്കും മേടിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ വീട്ടിലെത്തി കഴിയുമ്പോഴോ പറഞ്ഞ പോലെ ഒന്നും ആവില്ല. കളറിന് അത്ര ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല, ക്വാളിറ്റി ഉണ്ടാവില്ല, തൊട്ടാൽ പൊട്ടുന്ന രീതിയിലായിരിക്കും. അങ്ങനെയുള്ള വിഷയങ്ങളും. സോ ദ ലാക്ക് ഓഫ് ടച്ച് ആൻഡ് ഫീൽ പ്രിവെൻറ്റ് പീപ്പിൾ ഫ്രം ഓൺലൈൻ ഷോപ്പിംഗ്. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് നമുക്ക് ഇ കൊമേഴ്സിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാം. കൾച്ചറൽ ഒബ്സ്റ്റക്കിൾസ്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ മച്ച് ബിഗ്ഗർ ലിമിറ്റേഷൻ. ഇപ്പോൾ അത് കാര്യമായിട്ടില്ല, എങ്കിലും അതൊരു ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാം. ഇ കൊമേഴ്സ് അട്രാക്ട് കസ്റ്റമേഴ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ദ ഹാബിറ്റ് ആൻഡ് കൾച്ചർ ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് നേഷൻ ടു ഡിഫറെൻറ്റ് നേഷൻ ഡിഫേഴ്സ്. ദേ ഓൾസോ പോസ് ലിംഗ്വിസ്റ്റിക് പ്രോബ്ലംസ്. ചില കമ്പനികളുടെയൊക്കെ പ്രോഡക്റ്റ്, ഇപ്പോൾ പല ജർമ്മൻ പ്രോഡക്റ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം, ചില കമ്പനികളുടെയൊക്കെ നമ്മൾ ഈ ജർമ്മൻ പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ അവരുടെ കമ്പനി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവർ ഇംഗ്ലീഷിൽ അവരുടെ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. ദേ ആർ ഗിവൻ ഇൻ ജർമ്മൻ ലാംഗ്വേജ് ഓൺലി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു ലിംഗ്വിസ്റ്റിക് പ്രോബ്ലം അവിടെ റൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള നോർമലി ഉള്ള എല്ലാ കമ്പനീസും, വെദർ ഇറ്റ് ഈസ് ജർമ്മൻ ഓർ ഫ്രഞ്ച്, ഏത് നേഷനാണെങ്കിലും അവർ ഇംഗ്ലീഷിലും കൊടുക്കാറുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ കൾച്ചറൽ ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ലിംഗ്വിസ്റ്റിക് പ്രോബ്ലംസ് വരാറുണ്ട്. അതേപോലെ ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടെങ്കിൽ ഒരു മലയാളി അവന് ഓൺലൈൻ പർച്ചേസ് ചെയ്യണം. മോസ്റ്റ് ഓഫ് ദീസ് ആർ ഇൻ ഇംഗ്ലീഷ്, റൈറ്റ്? അപ്പോൾ അതൊക്കെ ഒരു ലിംഗ്വിസ്റ്റിക് ഇഷ്യൂസൊക്കെ വരാറുണ്ട്, കൾച്ചറൽ ഒബ്സ്റ്റക്കിൾസ് അങ്ങനെ വരാറുണ്ട് ഇ കൊമേഴ്സിൽ. പിന്നെ വരുന്ന ഹൈ ലേബർ കോസ്റ്റാണ്. ഹൈ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ടെക്നിക്കലി ഇലക്ട്രോണിക്കലി ഡിജിറ്റലി ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ സാധാരണ ആയിട്ടുള്ള നോർമൽ സ്റ്റാഫ് പോരാ, ഹൈലി ടെക്നിക്കലി സ്കിൽഡ് പീപ്പിൾ വേണം. ഇത്തരത്തിലുള്ള ഒരു പൂൾ ഓഫ് എംപ്ലോയീസിനെ മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട പേ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇസ് ഹൈലി എക്സ്പെൻസീവ്. അപ്പോൾ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഹൈ ലേബർ കോസ്റ്റ് അവിടെ വരുന്നുണ്ട്. ഹൈലി ടാലൻറ്റഡ് ടെക്നിക്കലി ക്വാളിഫൈഡ് വർക്ക് ഫോഴ്സ് ആർ റിക്വയർഡ്. So since internet provides a lot of job opportunities, business organizations have to incur a lot of expenses to retain
എ ടാലൻറ്റഡ് പൂൾ ഓഫ് എംപ്ലോയീസ്. അവനിവിടെ നല്ല പാക്കേജ് കിട്ടുന്നില്ലെങ്കിൽ അവൻ അടുത്തയിലേക്ക് പോകും. സോ ഒരു ഹൈ എക്സ്പെൻസ് വരുന്നുണ്ട്. There are some legal issues. The cyber laws that govern the e-commerce transactions are not very clear and vary from country to country. The legal issues prevent people from entering into electronic contracts. അപ്പോൾ ഈ ലീഗൽ ഇഷ്യൂ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ഇവിടെ സൈബർ ലോയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇന്ത്യയിലുണ്ട്, വേറൊരു കൺട്രിയിൽ വേറെ ലോ ആയിരിക്കും, റൈറ്റ്? അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോറിൻ കൺട്രിയുമായിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സൈബർ ലോ ഈസ് ആക്ച്വലി പ്രാക്ടിക്കബിൾ ഓൺലി ഇൻ ഇന്ത്യ. മറ്റേ നേഷനിൽ വേറെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ഇതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു യൂണിഫോമിറ്റിയും സ്റ്റാൻഡേർഡും ഇല്ല എന്നുള്ളതാണ് ഒരു സംഗതി. അപ്പോൾ ലീഗൽ ഇഷ്യൂസ് അങ്ങനെ നമുക്കൊരു ലീഗലി ക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഡിഫറെൻറ്റ് നേഷൻസിൽ ഡിഫറെൻറ്റ് ലീഗൽ റൂൾസ് ആയിരിക്കും. മാത്രമല്ല നമുക്കറിയാം ഈ സൈബർ ലോയുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ അവഹേളിച്ച് മെസ്സേജുകൾ അയച്ചു. ഇതിൽ എത്ര പേര് ശിക്ഷിക്കപ്പെടുന്നുണ്ട്, എത്ര പേരെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ്സ് എ ടീഡിയസ് പ്രോസസ് ടു വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ് ഇതിൻ്റെ സോഴ്സ് കണ്ടെത്തുക, ആരാണ് കുറ്റം ചെയ്തത്, ഇതൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെയുള്ള പല ലീഗൽ ഇഷ്യൂസും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ the people are not interested to enter into electronic contracts or electronic business. Technical limitations. Some protocol is not standardized around the world. Certain software used by vendor to show electronic images may not be common one. ഇപ്പോൾ ചില വെബ്സൈറ്റിൽ അവരുടെ മെർച്ചൻ്റ് ചില പർട്ടിക്കുലർ പ്രോട്ടോക്കോളൊക്കെ യൂസ് ചെയ്ത് അവരുടെ എന്താ പറയുക പ്രോഡക്റ്റൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ദാറ്റ് പ്രോട്ടോക്കോൾ മേ നോട്ട് ബി അപ്ലിക്കബിൾ ടു ദി ബയ്യർ. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇതൊന്നും കണ്ടുവെന്നും വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ടെക്നിക്കൽ ലിമിറ്റേഷൻസും ഇഷ്യൂസും ഒക്കെ നമുക്ക് ഈ കൊമേഴ്സിൽ നേരിടാൻ സാധ്യതയുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഇൻഫർമേഷനും മറ്റു കാര്യങ്ങളും. ഇറ്റ് വിൽ ബി ഇൻ സം അതർ പർട്ടിക്കുലർ ലാംഗ്വേജ് വിൽ ബി യൂസ്ഡ് ഓർ പർട്ടിക്കുലർ പ്രോട്ടോക്കോൾ വിൽ ബി യൂസ്ഡ്. അത് നമ്മളുടെ സിസ്റ്റത്തിൽ ചിലപ്പോൾ സപ്പോർട്ട് ആവാതെ വരും. അപ്പോൾ നമുക്കത് കാണാൻ പറ്റും. അങ്ങനെ ടെക്നിക്കൽ ലിമിറ്റേഷൻസ് ഈ കൊമേഴ്സിൽ വരാറുണ്ട്. പിന്നെ ഹ്യൂജ് ടെക്നിക്കൽ കോസ്റ്റാണ്. It is difficult to merge electronic business with traditional business. Technological infrastructure may be expensive and huge cost has to be incurred to keep pace with ever-changing technology. ഓരോ ദിവസവും ടെക്നോളജിക്കലി ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കമ്പനിക്കും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഈ ബിസിനസ് സ്ട്രാറ്റജി കൊണ്ടിരിക്കാൻ പറ്റില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അവരുടേത് എന്താ പറയുക പഴകിപ്പോവും. അപ്പോൾ അതിനനുസരിച്ച് മോഡിഫിക്കേഷൻസ് വരുത്തുമ്പോൾ അതിനനുസരിച്ച് ചിലവുകളുണ്ടാവും. അപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റാത്ത ഹ്യൂജ് ടെക്നിക്കൽ കോസ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇ-കൊമേഴ്സ്. സോ ഓൾ ദീസ് ആർ ദ മെയിൻ പോയിൻറ്റ്സ് ഓർ മെയിൻ ലിമിറ്റേഷൻസ് ഓഫ് ഇ-കൊമേഴ്സ്. താങ്ക് യു.